എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അവൻക്ക് ഇവിടെ വരേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയാണ്, എനിക്ക് നിങ്ങളെ കാണേണ്ട ആവശ്യമുണ്ട്. അവർക്ക് ഇവിടെ വരേണ്ട ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ എങ്ങനെ നമുക്ക് ഹിന്ദിയിൽ പറയാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് വാക്യങ്ങളുണ്ട്. ഒന്നാമതാണ് ജറൂറത്ത് ഹേ, രണ്ടാമതാണ് ജറൂറത്ത് നഹീ ഹേ. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അറിയോ? ആദ്യം നമുക്ക് ഏതെങ്കിലും ഒരു വെർബ് ഉപയോഗിക്കാം. വെർബ് ഇപ്പോൾ ജാന, ആന, ഹസ്ന, കർണ. ഞാനിവിടെ ഒരു കർണ ഉപയോഗിക്കുകയാണ്. ഓക്കെ, കർണ എന്ന് എഴുതരുത്, കർണേന്ന് എഴുതണം. ഓക്കെ, എന്ന് പറയാം, ഈ ന എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഒഴിവാക്കിയിട്ട് അവിടെ നേ ചേർക്കുക. എന്താ നേ ചേർക്കുക. അതിനുശേഷം കീ ചേർക്കണം, നിർബന്ധമാണ്. എങ്ങനെ? കർണേ കീ. ഇപ്പം ഞാൻ പറയുകയാണ്, ഇവിടെ പോവേണ്ട ആവശ്യമുണ്ട്. ജാനേ കി ജറൂറത്ത് ഹേ, കർണേ കി ജറൂറത്ത് ഹേ. അതുപോലെ ഹസ്നേ കി ജറൂറത്ത് ഹേ, ചിരിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമുണ്ട്. കാന എന്ന് പറയുന്നത് ഇന്നെ ആക്കണം. കാനേ കി ജറൂറത്ത് ഹേ അല്ലെങ്കിൽ കാനേ കി ജറൂറത്ത് നഹീ ഹേ, കഴിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ കഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ പറയാണ്, കുടിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ പറയാം, പീനെ, പീന യൊവാക്കിയിട്ട് അവിടെ നേ ചേർക്കാം. പീനെ കി, ഈ കീ നിർബന്ധമാണോ? കീ ചേർക്കൽ നിർബന്ധമാണ്. കാരണം ജറൂറത്ത് ഹേ ജറൂറത്ത് നഹീ ഹേ, ഇവിടെ ചെയ്യേണ്ട കാര്യമുണ്ട് അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? കീ ചേർക്കണം. വെർബിൻ്റെ കൂടെ, ക്രിയയുടെ കൂടെ കീ ചേർത്തിട്ട് വേണം നമുക്ക് ജറൂറത്ത് ഹേ അല്ലെങ്കിൽ ജറൂറത്ത് നഹിയെ ചേർക്കാൻ. ഓക്കെ, ഞാൻ നമ്മൾ പറയാണ്, ആദ്യം ഒരു വെർബ് എടുക്കുക, വെർബിൻ്റെ കൂടെ കീ ചേർക്കണം. കീ ചേർക്കുന്നതിന് മുന്നേ വെർബിൻ്റെ ലാസ്റ്റ് ന എന്ന് പറയുന്ന വേർഡിനെ നെ ആക്കിയിട്ട് കർണേക്കി, ജാനേക്കി, ആനേക്കി, പീനേക്കി, സോനേക്കി. അത് കഴിഞ്ഞിട്ട് ജറൂറത്ത് ഹേ അല്ലെങ്കിൽ ജറൂറത്ത് നഹീ ഹേ. നമ്മൾ നോക്കാം. നമ്മുടെ ഒന്നാമത്തെ സെൻറ്റൻസ് ആണ്, എനിക്ക് ഇപ്പോൾ അവിടെ പോവേണ്ട ആവശ്യമുണ്ട്. എനിക്ക് ഇപ്പോൾ അവിടെ പോവേണ്ട ആവശ്യമുണ്ട്. എങ്ങനെ പറയാം? എനിക്ക് എന്ന് പറയാം, മുജേ എന്നോ. എനിക്ക് ഒരുപാട് വേർഡ് ഉണ്ട് ഇവിടെ. മുജേ ചേർക്കാം, മുജ്കോ പറയാം, അല്ലെങ്കിൽ മേർക്കോ പറയാം. മുജേ ഇപ്പോൾ, അബി അവിടെ, വഹാ. ഇനി അടുത്താണ് പോവേണ്ട ആവശ്യമുണ്ട്. പോവുക, ജാന, ജാനെ, ജാനേക്കി ഉണ്ടോ? എന്താണ്? ജാനേക്കി ജറൂറത്ത് ഹേ, ജാനേക്കി ജറൂറത്ത് ഹേ. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് എഴുതാം. എങ്ങനെ? നെഗറ്റീവ് എഴുതുമ്പോൾ സിമ്പിളാണ്. ഈ ഹേ എന്ന് പറയുന്ന ഈ ഒരു വേർഡിന് മുന്നെയാണ് നെഹി ചേർക്കേണ്ടത്. ഇങ്ങനെ മുജേ അബി വഹാ ജാനെ കി ജറൂറത്ത് നഹീ ഹേ. എന്താ പറഞ്ഞേ? മുജേ അബി വഹാ ജാനെ കി ജറൂറത്ത് നഹീ ഹേ. നെഹി ചേർക്കേണ്ടത് ഇവിടെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതേ സെൻറ്റൻസിനെ ഒന്ന് ഊന്നി പറയണം. എനിക്ക് ഇപ്പോൾ അവിടെ പോകേണ്ട ആവശ്യമുണ്ടല്ലോ, ഊന്നി പറയണം. ഊന്നി പറയണമെങ്കിൽ ഈ ഹേ എന്ന് പറയുന്ന ഈ വേർഡ് ഉണ്ടല്ലോ, ഈ വേർഡ് ഒഴിവാക്കാം. ഈ വേർഡ് റിമൂവ് ചെയ്തിട്ട് അവിടെ ഇത് ചേർക്കാം, ഹേഹി. എന്താ പറയുക? ഹേയി. നെഗറ്റീവ് ആണെങ്കിലോ ഹേയി നെഹി. അവിടെ നെഗറ്റീവിലെ നെഹി എഴുതേണ്ടത് ഇത് കഴിഞ്ഞിട്ടാണ്, ഹേഹി കഴിഞ്ഞിട്ടാണ്. ഞാൻ പറയാം. ഇപ്പം ഞാൻ പറയാണ്, എനിക്ക് ഇപ്പോൾ അവിടെ പോകേണ്ട ആവശ്യമുണ്ടല്ലോ. മുജേ അബി വഹാൻ ജാനെ കി ജറൂറത്ത് ഹേ. ഇനി എനിക്ക് ഇപ്പോൾ അവിടെ പോകേണ്ട ആവശ്യമേ ഇല്ല, അങ്ങ് പറയണം, ഊന്നി പറയണം. അത് നെഗറ്റീവ് ആയതുകൊണ്ട് ഹേഹിൻ്റെ ശേഷം നെഹി ചേർക്കുക. അങ്ങനെ മുജേ അബി വഹാൻ ജാനെ കി ജറൂറത്ത് ഹേയി നെഹി. എന്താ പറയുക? ഹേയി നെഹി. ഓക്കെ, ഇനി അല്ല, എനിക്ക് ഇപ്പോൾ അവിടെ പോകേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ചോദിക്കുമ്പോൾ ക്യാ എന്ന് പറയുന്ന വേർഡ് ഇവിടെ ചേർക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് ചേർക്കുക. ക്യാ മുജേ അബി വഹാ ജാനെ കി ജറൂറത്ത് ഹേ, ക്യാ മുജേ അബി വഹാ ജാനെ കി ജറൂറത്ത് ഹേ ഉണ്ടോ? ഇവിടെ ചേർക്കാവുന്നതാണ്. എങ്ങനെ? മുജേ അബി വഹാ ജാനെ കി ജറൂറത്ത് ഹേ ക്യാ, അങ്ങനെയും പറയാവുന്നതാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ സെൻറ്റൻസ് ആണ്, നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താ പറയാ? നിങ്ങൾക്ക് ഉണ്ടോ? ആപ്കോ. അപ്പം ഞാൻ ഇതാണ് ആപ്കോ, ഇത് യഹ് അല്ലെങ്കിൽ യേ എന്ന് പറയാൻ മതി. ആപ്കോ യഹ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചെയ്യുക, കർണ എന്ന് എഴുതി കർണേന്ന് എഴുതി. കണ്ടോ? അവിടെ കർണേക്കി
करने की ज़रूरत है ഉണ്ടോ आपको ये करने की ज़रूरत है ഇനി ഇതിന്റെ നെഗറ്റീവ് എഴുതാം आपको ये करने की ज़रूरत नहीं है आपको ये करने की ज़रूरत नहीं है ഇനി നമുക്ക് ഒന്ന് ഊന്നി പറയണം നിനക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ ഊന്നി പറയണം അപ്പോൾ പറയാം ഹേ ഹി ചേർക്കാം എങ്ങനെ ഹേ ഒഴിവാക്കണം എന്നിട്ട് വേണം ചേർക്കാൻ ഓക്കെ आपको ये करने की ज़रूरत है आपको ये करने की ज़रूरत है നിങ്ങൾക്കിത് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറയണം അപ്പോൾ പറയാം आपको ये करने की ज़रूरत है ही नहीं आपको ये करने की ज़रूरत है ही नहीं എന്ന് പറയാം ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാം അടുത്താണ് ഇവിടെ കളിക്കേണ്ട ആവശ്യമില്ല ഇവിടെ കളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം ഇവിടെ കളിക്കേണ്ട ആവശ്യമില്ല ഇവിടെ യഹാ കളിക്കുക ഖേൽന അപ്പോൾ അത് ഖേൽനെ കി എന്നാണ് ഖേൽനെ കി ഇവിടെ കളിക്കേണ്ട ആവശ്യമില്ല എന്നാണ് നെഗറ്റീവ് ആയതുകൊണ്ട് ഖേൽനെ കി ജറൂറത്ത് നഹീ ഹേ അല്ലേ നെഗറ്റീവ് അല്ലേ നെഗറ്റീവ് ആകുമ്പോൾ ഇത് എഴുതണം ഖേൽനെ കി ജറൂറത്ത് നഹീ ഹേ अब यहाँ खेलने की ज़रूरत नहीं है ഇവിടെ കളിക്കേണ്ട ആവശ്യമില്ല ഇനി എനിക്ക് പറയണം ഇവിടെ കളിക്കേണ്ട ആവശ്യമേ ഇല്ല ഇവിടെ കളിക്കേണ്ട ഒരു ആവശ്യമില്ല ഊന്നി പറയണം അപ്പോൾ പറയാം അപ്പോൾ ഹേ ഒഴിവാക്കണം यहाँ खेलने की ज़रूरत है ही नहीं यहाँ खेलने की ज़रूरत है ही नहीं है ही ആദ്യം എഴുതാം പിന്നെ നെഹി കാരണം നെഗറ്റീവ് ആയതുകൊണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാം അടുത്താണ് അവർക്ക് ഇന്ന് ഇവിടെ വരേണ്ട ആവശ്യമില്ല അവർക്ക് ഇന്ന് ഇവിടെ വരേണ്ട ആവശ്യമില്ല എന്ന് പറയാം അപ്പോൾ അവർക്ക് ഒരുപാട് വേർഡുണ്ട് അവർക്ക് എന്ന് പറയാം രണ്ട് വേർഡുണ്ട് ഉൻകോ എന്ന് പറയാം അല്ലെങ്കിൽ ഉനെ എന്ന് പറയാം ഉൻകോ അല്ലെങ്കിൽ ഉനെ ഏതെങ്കിലും ഒന്നും എഴുതാം നമ്മൾ എഴുതി ഉനെ ഓക്കെ ഉനെ ഇന്ന് ആജ് ഇവിടെ യഹാ വരേണ്ട ആവശ്യമില്ല വരുക ആന ആന ആനേക്ക് കണ്ടോ ആനേക്ക് ജറൂറത്ത് നഹീ ഹേ അപ്പം എന്തായി उन्हें आज यहाँ आने की ज़रूरत नहीं है കണ്ടോ ഇനി നമുക്ക് ഊന്നി പറയണം എന്ത് അവർക്ക് ഇന്ന് ഇവിടെ വരേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറയാം അപ്പോൾ ഇവിടെ ഹേ ഒഴിവാക്കുക ഇവിടെ ഹേ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇത് ചേർക്കാം ഓക്കെ ഉനെ ആജ് യഹാ ആനെ കി ജറൂറത്ത് ഹൈ നെയ് നെഹി ഒഴിവാക്കണോ ഓക്കെ കാരണം നെഹി ചേർക്കേണ്ടത് ലാസ്റ്റാണ് ഇത് എഴുതുമ്പോൾ ഇങ്ങനെ ഉനെ ആജ് യഹാ ആനെ കി ജറൂറത്ത് ഹൈ നെഹി उन्हें आज यहाँ आने की ज़रूरत है ही नहीं ഓക്കെ അവർക്ക് ഇന്ന് ഇവിടെ വരേണ്ട ആവശ്യമേ ഇല്ല നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ എങ്ങനെ അവർക്ക് ഇന്ന് ഇവിടെ വരേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് പറയുമ്പോൾ എങ്ങനെ പറഞ്ഞാൽ മതി ഉനെ ആജ് യഹാ ആനെ കി ജറൂറത്ത് നെഹി ഹേ സിമ്പിളായിട്ട് ഓക്കെ ഇനി അടുത്താണ് നിനക്ക് നന്നായി പഠിക്കേണ്ട ആവശ്യമുണ്ട് നിനക്ക് നന്നായി പഠിക്കേണ്ട ആവശ്യമുണ്ട് എങ്ങനെ പറയാം അപ്പോൾ നിനക്ക് ആപ്കോ എന്താ ആപ്കോ എന്ന് പറയാം അല്ലെങ്കിൽ നിനക്ക് ഇവിടെ തുംകോ എന്ന് പറയാം തുമെന്ന് പറയാം ഓക്കെ നിങ്ങൾക്ക് നാണെങ്കിൽ നിങ്ങൾക്ക് നാകുമ്പോൾ ആപ്കോ നിനക്ക് നാകുമ്പോൾ എന്ത് ഇവിടെ നമുക്ക് തുംകോ അല്ലെങ്കിൽ തുമേ പറയാം ഇനി നിങ്ങൾ ആപ്കോ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഓക്കെ സാധാരണയായിട്ട് ആപ്കോ എന്ന് പറയാം സ്പോക്കൺ ഹിന്ദിയിൽ ആപ്കോ എന്നാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ ആപ്കോ ഏതാണ് ആപ്കോ നന്നായി അച്ഛേസെ എന്താണ് അച്ഛേസെ നന്നായി അച്ഛേസെ പഠിക്കേണ്ട ആവശ്യമുണ്ട് പഠിക്കുക എന്താണ് പഠന പഠനേക്ക് ഉണ്ടോ पढ़ने की ज़रूरत है आपको अच्छे से पढ़ने की ज़रूरत है आपको अच्छे से पढ़ने की ज़रूरत है അല്ലെങ്കിൽ तुमको अच्छे से पढ़ने की ज़रूरत है ഇനി നമുക്ക് ഒന്ന് ഊന്നി പറയണം എങ്ങനെ നിനക്ക് നന്നായി പഠിക്കേണ്ട ആവശ്യമുണ്ടല്ലോ നിനക്ക് നന്നായി പഠിക്കേണ്ട ആവശ്യമുണ്ടല്ലോ आपको अच्छे से पढ़ने की ज़रूरत അപ്പോൾ ഇവിടെ ഹേ ചേർക്കരുത് ഒഴിവാക്കണം ज़रूरत है आपको अच्छा से पढ़ने की ज़रूरत है ഇനി നിനക്ക് നന്നായി പഠിക്കേണ്ട ആവശ്യമേ ഇല്ല നെഗറ്റീവ് പറയണം ഊന്നി പറയണം എന്താ പറയാം आपको अच्छे से पढ़ने की ज़रूरत है ही नहीं ഇനി നിങ്ങളൊരു 2-3 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അയക്കുക അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് आप सबको मेरा बहुत बहुत धन्यवाद